ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിൽ പുറത്തിറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ സ്കൂട്ടിയുടെ കീ ഒന്ന് തായോ എന്ന് പറയുന്നു. അങ്ങനെ എന്തിനാടോ താൻ ഇപ്പോൾ പുറത്ത് പോകുന്നത്? ഇത്രയും നേരം താൻ പുറത്ത് തന്നെ ആയിരുന്നല്ലോ എന്ന് ശിവ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, എനിക്കൊരു സാധനം മേടിക്കണം, അതിനു വേണ്ടി പോവാണ്, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരുപാട് നിങ്ങൾ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു കേട്ടോ. ഈ അഭിക്ക് ഇതെന്താ, പ്രാന്ത് വല്ലതും ഉണ്ടോ? അതിനുശേഷം തന്നെ വർഷയും മഞ്ജുവും കൂടി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നുണ്ട്. ശിവയാണെങ്കിലോ, നിങ്ങൾ എന്തിനാ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? അഭി എന്തായാലും പുറത്ത് പോയിട്ടുണ്ട്, അവൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് കൊണ്ടുവരാതിരിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചപ്പാത്തി കുരത്തുന്നതൊക്കെ വേസ്റ്റ് ആവുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല വിശപ്പുണ്ട്, പെട്ടെന്ന് തന്നെ ചപ്പാത്തി ആയിക്കോട്ടെ, എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യമാണ് ചോദിക്കുമ്പോഴത്തേനും അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുത്തുന്നു. ആ സമയത്ത് ആ ഓജോ ബോർഡിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇത് ഓജോ ബോർഡാണ്. നമുക്ക് നമ്മളുടെ മരിച്ചു പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഇത് നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നു. കോളേജിൽ വെച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് അഭി പറയുന്നു. പക്ഷേ ശിവയ്ക്കാണെങ്കിലോ ഇതിലൊന്നും വിശ്വാസമില്ല കേട്ടോ. ഇതൊക്കെ ആളെ പറ്റിക്കാനുള്ള എന്തൊക്കെ കാരണം, അങ്ങനെയല്ല എന്നുള്ളത് അഞ്ജുവും പറയുന്നുണ്ട്. ഞാനും ചെയ്തിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് നല്ല ചുള്ളനായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പിരിറ്റിനെ കിട്ടിയാലോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. തനിക്ക് രാഹുൽ പോരെ, തനിക്ക് ഇതിൻ്റെ ഒരു സുഖമൊന്നുമല്ല, രാഹുലിൻ്റെ കൂടെ ജീവിക്കാത്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. എല്ലാം നമുക്ക് വിശ്വാസമില്ലാത്തതൊന്നും ഈ ലോകത്ത് നടക്കില്ല എന്ന് വിചാരിക്കേണ്ട ശിവയെ, നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് താൻ മോളെ ഉറക്കിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയെ പറഞ്ഞയക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും കൂടിയും ചർച്ച ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു വർഷയുടെ അമ്മയോ അല്ലെങ്കിൽ ആർച്ചയോ നമുക്ക് എന്തെങ്കിലും കാണാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ വർഷ റൂമിലേക്ക് പോയിട്ട് ആർച്ചക്കുട്ടിയെ അതായത് ഉറക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് അവിടെ എന്തൊക്കെയോ ദുസൂചനകൾ കാണുന്നുണ്ട്. ജനലാണെങ്കിൽ താനെ അടയുന്നു, തുറക്കുന്നു, അങ്ങനെയൊക്കെ. ആ സമയത്ത് വീണ്ടും ടാപ്പിൽ വെള്ളം വരുന്നുണ്ട്. ഇതൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട് ശിവയെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ജനൽ തുറന്നിട്ടതായിരിക്കും, താൻ മറന്നതാണ്, എന്നവിടെ കൊതുക് നിറഞ്ഞ് ഒരു ശല്യമായിരിക്കും, വേഗം അടയ്ക്കട്ടെ എന്ന് പറയുന്നു. ടാപ്പ് തുറന്നിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും ടാപ്പ് തുറന്നിട്ടിട്ടുണ്ടാവും, പിന്നെ വെള്ളം വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടാവുക. പക്ഷെ അത് അടയ്ക്കാൻ പോണ സമയത്ത് അത് അടയുന്നില്ല, താനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തോ പ്രശ്നമുണ്ട്, വാഷറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ശിവ പറയുന്നുണ്ട്. ഇനി രാവിലെ വരെ ഈ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ആ ടാപ്പ് അടയുന്നുണ്ട്, കണ്ടോ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് അടയുകയും ചെയ്തു. നമുക്ക് ഇങ്ങനെ ഓജോ ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുതലേ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കാനായിട്ട് പോകുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട് ശിവയെന്നൊക്കെ പറയുന്നുണ്ട്. താൻ മോളെ ഉറക്കിയിട്ട് വായോ, ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അഭി അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട് തന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അവൾക്കെല്ലാം കൊണ്ടും ധൃതിയായി നിൽക്കുകയാണ്, നമുക്ക് പോകാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വർഷം ആകെ ടെൻഷനോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യമുള്ള കാര്യമാണോ, ഇതൊക്കെ നടക്കുമോ, തൻ്റെ അമ്മ തിരിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ. ആ സമയത്ത് ഓജോ ബോർഡിൽ അവർ പ്രാർത്ഥിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അഭിയാണെങ്കിലും എല്ലാവരുടെ മുഖത്ത് ഒരു കള്ളക്കണ്ണോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. അഭിയാണെങ്കിൽ എല്ലാവരും പറ്റിക്കാവുന്ന ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലാസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ അമ്മയാണെന്ന രീതിയിൽ വർഷ ചോദിക്കുമ്പോഴത്തേനും അല്ല എന്നാണ്. പെട്ടെന്ന് തന്നെ അഭി വിചാരിക്കുന്നത് ശ്രീനാഥിൻ്റെ പേരാണ് പറയേണ്ടത്, പേരെന്താ ചോദിക്കുമ്പോഴത്തേനും അവൻ്റെ പേരാണ് പറയേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേരിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീ വന്നിട്ട് തൻ്റെ മനസ്സിലൊരു ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ അഭിയെ. കാരണം ഒരു വട്ടം കഷ്ടിച്ച് തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വക്കീൽ എന്നെ വീണ്ടും മരണത്തിലേക്ക് തള്ളിവിടാനായിട്ട് പോവുകയാണോ, ഞാൻ എന്ത് തെറ്റാ വക്കീലിനോട് ചെയ്തത്, അഥവാ എന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇനി വക്കീലിനെ ഞാൻ വെറുതെ വിടില്ല എന്ന രീതിയിലൊക്കെയാണ് ശ്രീനാഥ് പറയുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ അഭിക്ക് സങ്കടമാവുന്നുണ്ട്. കാരണം ഒരു വട്ടം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പിന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വിഷമത്തോടു കൂടി നിൽക്കുക കേട്ടോ അഭി. ആ സമയത്ത് തന്നെ താനെ ഗ്ലാസ് വീണ്ടും മൂവ് ചെയ്യുകയാണ്. അവിടെ വേറൊരു പേരാണ് വരുന്നത് കേട്ടോ. ആ പേരാകുമ്പോഴത്തേനും അഭി ആകെ ഞെട്ടുന്നുണ്ട്. കാഞ്ചന എന്നൊരു പേരാണ് കേട്ടോ വരുന്നത്. ഒരു തമിഴ് പെൺകുട്ടിയുടെ പേരായിട്ടാണ് വരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് അഭിക്ക് വിശ്വസിക്കുന്നില്ല, തൻ്റെ കൈ താനെ ഇളകി പോകുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു രൂപത്തിൽ തന്നെ നമ്മുടെ അഭി എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് കുറേ തമിഴൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തനിക്കെന്താ വട്ടായോടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കൊന്നവരൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭാഷയിൽ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അഭിയുടെ ബോധം പോകുന്നു, എല്ലാവരും പിടിച്ചു മാറ്റുന്നു കേട്ടോ. പെട്ടെന്ന് ബോധം പോകുന്നു. പെട്ടെന്ന് വെള്ളമൊക്കെ തെളിച്ച് നമ്മുടെ അഭിയെ ഉണർത്തുന്ന സമയത്ത്
എന്താ എനിക്ക് സംഭവിച്ചത്? അപ്പോൾ നടന്ന കാര്യങ്ങൾ എല്ലാവരും വിശദീകരിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീനാഥ് പറഞ്ഞ കാര്യം വരെ അബിക്ക് അറിയുന്നുണ്ട്. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് അബിക്ക് പോലും അറിയുന്നില്ല. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല. എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ വെറുതെയാണ്, രാവിലെ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സ്പിരിറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതാരാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അബി ആകെ ടെൻഷനോടുകൂടി നടക്കുകയാണ്. കോളേജിൽ വെച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ എല്ലാവരും പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും നടന്നിട്ടുണ്ടോ? ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ. പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അബിയും നമ്മുടെ ശിവയും അതുപോലെ തന്നെ വർഷയും. അപ്പോഴത്തേനും ഇത് അബിക്ക് എന്തോ പ്രശ്നം പറ്റിയതാണ്, വേറൊന്നും അല്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അഞ്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇന്നലെ രാത്രി നടന്ന സംഭവമല്ലേ? അതൊന്നല്ല ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്, നിങ്ങളൊന്ന് വന്നേന്ന് പറയുന്നു. അബിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്നുമില്ലാത്ത പതിവ് പോലെ അബി തൻ്റെ മകളെ പോലെ തന്നെ ആച്ചയെ അവിടെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. സ്വന്തം അമ്മയെപ്പോലെ ഒരു വലിയ പൊട്ടൊക്കെ വെച്ച് ഒരു ആർച്ചയുടെ അമ്മയെ പോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തമിഴിലാണെങ്കിൽ കുറേ കാര്യങ്ങളും സംസാരിക്കുന്നു. ആ സമയത്ത് അയ്യോ ഇതെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, മോളെങ്ങനെ തായോ പാല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ പിടിച്ച് മാറ്റുന്നു അബീൻ്റെ അടുത്ത് നിന്ന്. അപ്പോഴത്തേന് എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന അബിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപക്ഷെ ആർച്ചയുടെ ആ ഒരു പ്രേതം, ആർച്ചയുടെ അമ്മയുടെ പ്രേതം അബി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെയൊക്കെയാണ് അബി പെരുമാറുന്നത്. ഇതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ അബിക്ക് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.